ഹായ്, 4-ാം തീയതി റിസൾട്ട് വന്നു. ആരാണ് മുഖ്യമന്ത്രി? കോൺഗ്രസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു പുതുമയൊന്നുമല്ല. ഒരുപക്ഷെ ചില്ലെങ്കിലും ഓർക്കുന്നുണ്ടാവും, രാജസ്ഥാനില് കോൺഗ്രസ് തകർന്നടിഞ്ഞപ്പോ കോൺഗ്രസ് പാർട്ടി ഉദ്ധരിക്കുവാനായി യുവ നേതാവ് സച്ചിൻ പൈലറ്റിനെ സോണിയാഗാന്ധി ചുമതലപ്പെടുത്തി. കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വരുന്നവരെ താൻ ചെരുപ്പ് ധരിക്കുകയില്ല എന്ന് ശ്രീമാൻ പൈലറ്റ് എന്ന് പ്രഖ്യാപിച്ചു. 5 വർഷം അധ്വാനിച്ചു, കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വന്നു, അദ്ദേഹം ചെരുപ്പ് ധരിക്കാൻ തുടങ്ങി. പക്ഷേ ഇലക്ഷന് പാർട്ടി ടിക്കറ്റ് നൽകിയപ്പോ ശ്രീ അശോക് ഗെഹ്ലോട്ട് പിന്നിൽ നിന്ന് കളിച്ചു. MLA-മാരിൽ ഭൂരിപക്ഷം അദ്ദേഹത്തിന് കിട്ടി. സച്ചിൻ പൈലറ്റ് ഔട്ട്. പിന്നെ അവർ തമ്മിലുള്ള വടംവലിയായിരുന്നു. എന്തുവേണ്ടി? ഇവോ BJP യോടെ ഭരിക്കുന്നു, കോൺഗ്രസിന്റെ കാര്യം സ്വാഹ. ഇതുതന്നെയാണ് കർണാടകയില് DK ശിവകുമാർ സംഭവിച്ചത്. ഒന്നും വേണ്ട, ആന്ധ്രയിലേക്ക് നോക്ക്. ശ്രീമാൻ രാജശേഖർ റെഡ്ഡി മരിച്ചപ്പോ മകൻ ജഗൻമോഹന് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു കോൺഗ്രസ് പാർട്ടിയിൽ. പക്ഷേ മക്കൾ രാഷ്ട്രീയം വേണ്ട എന്ന് പറഞ്ഞ് സോണിയാഗാന്ധി അദ്ദേഹത്തെ തിരസ്കരിച്ചു. തന്റെ വിശ്വസ്തനായ ധനമന്ത്രി റോസയ്യയെ ചുമതലപ്പെടുത്തി. അതോടെ കോൺഗ്രസിന്റെ അഡ്രസ് പോയി. ഇപ്പോ ആന്ധ്രയിലേക്ക് ചെന്ന് കോൺഗ്രസ് പേര് പറഞ്ഞ് അടി കിട്ടും. അതാ അവിടുത്തെ അവസ്ഥ. ഇത്തരം അനുഭവങ്ങളെല്ലാം മുമ്പിലുള്ളപ്പോ ജനവികാരം മാനിക്കാതെ ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം ശ്രീ KC വേണുഗോപാലിനെ നൂലേക്കിട്ട് ഇറക്കിയാൽ ഫലം എന്താകുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ശ്രീമാൻ സുധാകരൻ എന്തുകൊണ്ട് സീറ്റ് കൊടുത്തില്ല എന്നുള്ളതും ഇപ്പോൾ വ്യക്തമാകുന്നു. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോ കോൺഗ്രസ് രാഷ്ട്രീയം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് വ്യക്തം. ഏതാണെങ്കിലും അത് കോൺഗ്രസിന്റെ ഭാവിക്ക് അത്ര നല്ലതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ആരാണ് മുഖ്യമന്ത്രി? നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു.